ഈ കൈരളി ടി വിയിൽ പറയുന്നതെന്ന് വെച്ചാൽ കുറേ എന്തൊരു അധമ്മ ചാനലുകളുണ്ട് അവനെ സപ്പോർട്ട് ചെയ്യാൻ. അവൻ എന്ത് തോന്നിവാസം ചെയ്താലും അത് സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇപ്പം രണ്ടാമത്തെ കേസായെന്നൊക്കെ ഞാൻ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നേ ഉള്ളൂ. MLA വന്നപ്പോൾ എണീറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. സഖാവേ ഇരിക്കൂ എന്ന് പറഞ്ഞാണ് എണീറ്റ് കൊടുക്കുന്നത്. അത് ഞാൻ കേട്ട കാര്യമാണ്. എനിക്ക് ഭീഷണി വന്ന് ഇനി അവർക്ക് ഇതാണ് ലക്ഷ്യം. എങ്ങനെ അടുത്ത കേസുകൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ കേസുകൾ കൊണ്ടുവരും. വണ്ടി നടു റോഡിൽ റോക്കി ബായ് പോലെ നിർത്തിക്കുന്നത്. ആ ഫോട്ടോയിൽ തന്നെ കാണുന്നുണ്ട്. വണ്ടി ഒരു സൈഡ് ചേർത്താണ് നിർത്തിക്കുന്നത്. അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ അശ്ലീലം എന്ന് പറയുന്നത് അവരിപ്പോൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഏഷ്യാനെറ്റില മാതൃഭൂമി എന്തോ വിളിച്ചപ്പോൾ ഞാൻ ചോദിക്കുകയുണ്ടായി, എന്ത് നിങ്ങൾക്കിപ്പോൾ ഷൂട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് പൈസ ആരും തരാട്ടൊന്നാണ്, പാർട്ടി ബേസിൽ വല്ല പൈസ വല്ലതും തന്നുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അനാവശ്യമൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ മേയർക്കുണ്ടായ സമാന അനുഭവം അവരും നേരിട്ട് നിങ്ങളടുത്ത് വഴിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്നൊക്കെയാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവം ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്? ഒന്നാമത് എൻ്റെ ഓർമ്മയിലില്ല ഒന്നാമത്തെ കേസ്. അതുമല്ലാതെ ആ ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു ഗ്രൂപ്പിലൊക്കെ വന്ന്. ഫോട്ടോ ബസ് ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടേക്കാനായിട്ടാണ് കാണുന്നത്. ബസ് നടു റോഡിൽ ഇട്ടിട്ട് റോക്കി ബായി പോലെ വന്നെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു പ്രശ്നം എനിക്ക് അറിയത്തില്ല. അവർ ഇനിയിപ്പോൾ ഓരോ കേസുകൾ ഓരോ കേസുകൾ വരെയില്ലേ. അപ്പോൾ ഈ കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഇത്രയും ദിവസം. അന്ന് കേസ് കൊടുത്ത 30-ാം തീയതി അല്ലേ, 30-ാം തീയതി ആയി, ഇന്ന് 3 അപ്പോൾ ഈ കേസ് കൊടുക്കുന്ന ഒപ്പിടണമെന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് ഈ ഒരു അലിഗേഷൻ വരുന്നത്. പിന്നെ ഇതല്ല ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെ പെട്ടെന്ന് പൊടുന്നതിന് ഇത്തരം ആരോപണങ്ങളൊക്കെ കടന്നു വരുന്നു. സ്ഥിരം ഇങ്ങനെ ഒരാളാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം അതാണ് അത് എന്തായാലും ഉണ്ടാവും. ഇനി പ്രതീക്ഷയുണ്ട് ഇനി അടുത്ത ഇനി വരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആണ് ആയിരിക്കും. അല്ലാതെ ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, ആയിരിക്കും. പിന്നെ അവിടെ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ പറയുന്നതെന്ന് വെച്ചാൽ അവരെൻ്റെ അടുത്ത് സംസാരിച്ച് അവർ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ MVD ഉണ്ടായിരുന്നു. വണ്ടി അവിടെ ഇട്ടിട്ട് നട റോഡിൽ ഇട്ടിട്ട് സംസാരിക്കുകയായിരുന്നു ചെയ്തതെന്ന്. വണ്ടി കിടക്കുന്ന പിക്ചറെന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് നമുക്കിപ്പം എന്നെ പോലത്തെ വേറൊരാളെ മറ്റേ AI ഇതുവഴി പല ഇതിലും ചെയ്യാം, ഡേറ്റ് മാറ്റാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അത് എനിക്ക് ഡൗട്ടുണ്ട്, നല്ല രീതിയിൽ ഡൗട്ടുണ്ട്. MVD ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കേസ് എടുക്കും. അവർക്കെതിരെ എന്തെങ്കിലും പരാതി ഇങ്ങനെ വ്യാജ ആരോപണം ഉന്നയിച്ചതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് വ്യാജമാണെന്നാണല്ലോ അങ്ങ് പറയുന്നത്. അങ്ങനെ വ്യാജ ആരോപണം ഇപ്പൊ കേസ് നമ്മൾ ഇത് ഫയൽ ചെയ്ത് കഴിഞ്ഞല്ലോ, നാളെ കൊണ്ടുവന്ന് കോടതി കൊടുക്കുകയില്ലേ. റോഷനേരെ അല്ല, ഇനി ഇതിപ്പോ വക്കീലിന്റെ അടുത്ത് ചോദിക്കണം കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ വക്കീലിന്റെ അടുത്ത് എന്താണ് നിർദ്ദേശം ചോദിച്ചിട്ട് അതനുസരിച്ച് ചെയ്യും. വക്കീലിന്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യും. ഒപ്പം തന്നെ ഇന്നിപ്പോ നിങ്ങളുടെ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ മൊഴി കൊടുത്തു. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ബാക്കിലായിരുന്നു, തന്നെ ഒന്നും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ആ മൊഴിയിലും വൈരുദ്ധ്യമുണ്ട്. ആ മൊഴിയിലും വൈരുദ്ധ്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ ആ കണ്ടക്ടർ എൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഒറ്റ സീറ്റിലാണ് ഇരുന്നത്. പിന്നെ പുറകിലോട്ട് ഇരുന്നെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, നിങ്ങൾ ഇങ്ങോട്ട് നിന്നെങ്കിൽ എനിക്ക് കറക്റ്റ് അതായത് അപ്പോ അദ്ദേഹം കൊടുത്ത മൊഴി തെറ്റാണെന്നാണോ അല്ലെങ്കിൽ കള്ളാണെന്നാണോ പറയുന്നത്? മൊഴി തെറ്റല്ല. അങ്ങേര് കണ്ടില്ലെന്ന് പറയുന്നത് കറക്റ്റാണ്, പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് കറക്റ്റാണ്. പക്ഷേ ഇരുന്നത് ബാക്കിലല്ല, ഫ്രണ്ടിലാണ് ഇരുന്നത്. മറ്റേ MLA വന്നപ്പോൾ എണീറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. സഖാവേ ഇരിക്കൂ എന്ന് പറഞ്ഞാണ് എണീറ്റ് കൊടുക്കുന്നത്. അത് ഞാൻ കേട്ട കാര്യമാണ്. അപ്പോൾ കണ്ടക്ടർ മൊഴി ഏകദേശം അനുകൂലമാണ്. പക്ഷെ പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ നടന്നത് ഇതാണ്. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഇതാണ് ഞാൻ കണ്ടത്. അതിനുശേഷം ഞാൻ ഇറങ്ങിപ്പോയതിനു ശേഷം എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്ന് എന്നെ പിടിച്ചോണ്ട് പോയതിനു ശേഷം എന്താണെന്ന് അറിയില്ല. ഇനിയുള്ളതെല്ലാം ഞാൻ ഈ മീഡിയാസ് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ മീഡിയാസ് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഈ കൈരളി ടി വിയിൽ പറയുന്നതെന്ന് വെച്ചാൽ കുറേ എന്തൊരു അധമ്മ ചാനലുകളുണ്ട് അവനെ സപ്പോർട്ട് ചെയ്യാൻ. അവൻ എന്ത് തോന്നിവാസം ചെയ്താലും അത് സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇപ്പം രണ്ടാമത്തെ കേസായെന്നൊക്കെ ഞാൻ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നേ ഉള്ളൂ. അപ്പോൾ പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഇപ്പം നമ്മളെ എങ്ങനെയെങ്കിലും ഡൗൺ ആക്കുക, അവരുടെ ലക്ഷ്യം അതാണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോകുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഡൗൺ ആക്കുക. എനിക്ക് ഭീഷണി വന്ന് ഇനി അവർക്ക് ഇതാണ് ലക്ഷ്യം. എങ്ങനെ അടുത്ത കേസുകൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ കേസുകൾ കൊണ്ടുവരും. എനിക്കിപ്പം റോഡിൽ ഇറങ്ങി നടക്കാൻ പേടിയാണ്. ഏതെങ്കിലും പെൺകുട്ടികൾ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയാണ് എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും അവരെ കൂടെ വഹിക്കും.
സിനിമാ നടിക്കെതിരെ ഇനി നിയമ നടപടി മുന്നോട്ട് പോകും. നിയമ നടപടി എന്ന് വെച്ചാൽ അത് സത്യാവസ്ഥ എനിക്ക് മനസ്സിലായില്ലല്ലോ. എനിക്ക് അവർ പറയുന്നതല്ലേ എനിക്കറിയാവുള്ളൂ. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ പറയണേനല്ലേ നല്ലത്. എനിക്ക് ഇതിനെക്കുറിച്ച് ഓർമ്മയില്ല. ഒന്നാമത്തെ കേസ് അതെനിക്ക് തിരക്കിയിട്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. കുന്നംകുളം ഞാൻ തൃശ്ശൂരല്ലേ ഓടുന്നത്. ഇപ്പോൾ എല്ലാ വാർത്തയിലും വ്യക്തമല്ലേ ഞാൻ തൃശ്ശൂരാണ് ഓടുന്നത്. ഇത് എത്ര വർഷം മുന്നേ ആണെന്ന് തിരക്കണം. എത്ര വർഷം മുന്നേ ആണെങ്കിൽ അവർ പറയണതെന്ന് വെച്ചാൽ ഈ ഇടയ്ക്കെന്നാണ് പറയുന്നത്. ഈ ഇടയെന്ന് വെച്ചാൽ ഞാൻ രണ്ട് മൂന്ന് മാസമായിട്ട് ഇതാണ് ഓടുന്നത്. അതിന് മുന്നേ ആയാലും 3-4 മാസമായാലും അവർ പറയുന്ന ഡേറ്റ ആണെങ്കിൽ കറക്റ്റ് മാച്ചല്ല. ഡേറ്റ് മാച്ചല്ല. വണ്ടി നടു റോഡിൽ റോക്കി ബായ് പോലെ നിർത്തിക്കുന്നത്. ആ ഫോട്ടോയിൽ തന്നെ കാണുന്നുണ്ട്. വണ്ടി ഒരു സൈഡ് ചേർത്താണ് നിർത്തിക്കുന്നത്. അതിൻ്റെ സൈഡിൽ ഒരാൾ ഫോണിൽ കുത്തി നിൽക്കുന്നുണ്ട്. എനിക്കൊന്ന് വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് ഒതുക്കിയിട്ടപ്പം ആരെങ്കിലും എടുത്തതായിരിക്കും. അത് ഞാൻ ഓടിച്ച വണ്ടിയാണെന്നില്ല. എനിക്ക് മാത്രമല്ലല്ലോ അത് ഓടിക്കാനുള്ളത്. അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ അശ്ലീലം എന്ന് പറയുന്നത് അവരിപ്പോൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എന്നുവെച്ചാൽ എൻ്റെ പേരിൽ കരിവാരി തേക്കുക, അടുത്ത ഒരു കേസുണ്ടെന്ന് പറഞ്ഞ് എന്നെ കൊടുക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. ലക്ഷ്യം അതാണ്. ഞാൻ അവരുടെ അടുത്ത് അറിയാതെ ചോദിച്ചത് ഈ ഇങ്ങനെ ഒരാളായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നതിന് ഒരു ഇതില്ലേ. അപ്പോൾ ഞാൻ അറിയാതെ അവരുടെ അടുത്ത് ചോദിച്ചു. ഒരു മീഡിയ ഏതോ ഒരു ഏഷ്യാനെറ്റിലാണ് മാതൃഭൂമി എന്തോ വിളിച്ചപ്പോൾ ഞാൻ ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് ഇപ്പോൾ ഷൂട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് പൈസ ആരും തരാട്ടൊന്നാണ്, പാർട്ടി ബേസിൽ വല്ല പൈസ വല്ലതും തന്നുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അനാവശ്യമൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞു.